ബ്രാൻഡ് കഥ. ശ്രീധർ വെമ്പു. അതെ, ആ പേര് ഇന്ന് ലോകമെമ്പാടുമുള്ള ടെക് ഭൂപടത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞു. ഇന്ന് രാജ്യം മുഴുവൻ അഭിമാനത്തോടെ പറയുന്ന പേരുകളിലൊന്നാണ് സോഹോ കോർപ്പറേഷൻ സ്ഥാപകൻ ശ്രീധർ വെമ്പുവിൻ്റേത്. അരട്ടെ എന്ന സ്വദേശി മെസ്സേജിംഗ് ആപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പേര് ആവർത്തിച്ച് കേൾക്കുന്നതെങ്കിലും തെങ്കാശിയിലെ മദലപ്പാറ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഒരു സിലിക്കൺ വാലി തന്നെ സൃഷ്ടിച്ച വ്യക്തിയാണ് തമിഴ്നാട്ടുകാരനായ ശ്രീധർ വെമ്പു. 2024 ഫോബ്സിന്റെ ഇന്ത്യൻ ശതകോടീശ്വര പട്ടികയിൽ $5.8 ബില്യൺ ആസ്തിയുമായി 51ാം സ്ഥാനത്താണ് ശ്രീധർ വെമ്പുവും സഹോദരങ്ങളും. അസാധ്യമായ ഇച്ഛാശക്തിയുടെ ഉദാഹരണമായാണ് ഇന്ന് ശ്രീധർ വെമ്പുവിനെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലാണ് ശ്രീധർ വെമ്പുവിന്റെ കഥ തുടങ്ങുന്നത്. അച്ഛൻ ഒരു കോടതി സ്റ്റെനോഗ്രാഫറായിരുന്നു, അമ്മ വീട്ടമ്മയും. വിദ്യാഭ്യാസത്തിനായിരുന്നു ആ വീട്ടിൽ ഏറ്റവും പ്രാധാന്യം. സാധാരണ ഗവൺമെന്റ് സ്കൂളുകളിൽ തമിഴ് മീഡിയത്തിലാണ് ശ്രീധർ പഠനം ആരംഭിച്ചത്. പിന്നീട് IIT മദ്രാസിലും തുടർന്ന് അമേരിക്കയിലെ പ്രിൻസ്റ്റൺ സർവകലാശാലയിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് PhD നേടി. പഠനമൊക്കെ കഴിഞ്ഞ് അമേരിക്കയിലെ സാന്റിയാഗോയിലുള്ള ക്വാൽകം എന്ന കമ്പനിയിൽ മികച്ച ജോലിയും ലഭിച്ചു. പക്ഷെ ജീവിതത്തിലെ ആ വഴിത്തിരിവുണ്ടായത് സഹോദരൻ കുമാർ ഇന്ത്യയിൽ ബിസിനസ് ആരംഭിക്കാനുള്ള ആശയം പറഞ്ഞപ്പോഴാണ്. 1996 ശ്രീധർ അമേരിക്കയിലെ തന്റെ സുഖകരമായ ജീവിതം വേണ്ടെന്ന് വെച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി. സാങ്കേതിക വിദ്യയിലൂടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നായിരുന്നു ഏക ലക്ഷ്യം. ചെന്നൈയിലെ ഒരു ചെറിയ ഫ്ളാറ്റിൽ നിന്നാണ് ശ്രീധറും സഹോദരനും ഒപ്പം സുഹൃത്തായ ടോണി തോമസും ചേർന്ന് വെമ്പു സോഫ്റ്റ്വെയർ ആരംഭിച്ചത്. അവർ വികസിപ്പിച്ച നെറ്റ്വർക്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ വലിയ കമ്പനികളുടെ ഒക്കെ ശ്രദ്ധ നേടി. സിസ്കോ പോലെയുള്ള വൻ ക്ലയന്റുകൾ കമ്പനിയിലേക്ക് വന്നു. 2000 ആയപ്പോഴേക്ക് 115 എഞ്ചിനീയർമാരും $10 മില്യൺ വരുമാനവുമുള്ള കമ്പനിയായി ഇത് മാറി. പക്ഷേ 2001 .com തകർച്ച അവരെ ശക്തമായി ബാധിച്ചു. ക്ലയന്റുകളുടെ എണ്ണം 150 നിന്ന് 3 ചുരുങ്ങി. എന്നാൽ അതാണ് ശ്രീധരന്റെ യഥാർത്ഥ വളർച്ചയ്ക്ക് കാരണമായത്. അന്ന് പണിയൊന്നുമില്ലാതെ ഇരുന്ന എഞ്ചിനീയർമാരെ ഉപയോഗിച്ച് അദ്ദേഹം 2 പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചു. സ്ഥാപനങ്ങളുടെ IT മാനേജ്മെന്റിനായി മാനേജ് എഞ്ചിനും ബിസിനസ് സോഫ്റ്റ്വെയർ ആയ സോഹോയും. സോഹോയുടെ പ്രത്യേകത ഉൽപ്പന്നങ്ങളിൽ മാത്രമായിരുന്നില്ല, അതിന്റെ ചിന്താഗതിയിൽ തന്നെയാണ്. മറ്റുള്ള കമ്പനികളെ പോലെ വൻ നിക്ഷേപങ്ങൾ തേടാതെ ശ്രീധർ സ്വാഭാവിക വളർച്ചയിലൂടെ ചെറിയ ഇടത്തരം ബിസിനസ്സുകൾക്കായി വില കുറഞ്ഞ ഗുണമേന്മയുള്ള സോഫ്റ്റ്വെയർ സൃഷ്ടിച്ചു. 2005 ആരംഭിച്ച സോഹോ യൂണിവേഴ്സിറ്റി മുഖേന സർക്കാർ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനവും പ്രതിമാസ സ്റ്റൈപ്പൻഡും നൽകുന്ന സംവിധാനം രൂപപ്പെടുത്തി. ഇവരിൽ പലരും ജീവിതത്തിൽ ഒരിക്കൽ പോലും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടില്ലാത്തവരായിരുന്നു. ഇന്ന് സോഹോയിലെ ജീവനക്കാരിൽ 15% പേർ ഈ യൂണിവേഴ്സിറ്റിയിലൂടെ വന്നവരാണ്. സോഹോയുടെ വിജയം പല കമ്പനികളെയും അതിലേക്ക് ആകർഷിച്ചു. അമേരിക്കൻ കമ്പനിയായ സെയിൽസ് ഫോഴ്സിന്റെ CEO മാർക്ക് ബെനിയോഫ് സോഹോയെ വാങ്ങാൻ ശ്രമിച്ചെങ്കിലും ശ്രീധർ വെമ്പു വിനീതമായി അത് നിരസിച്ചു. വെഞ്ചർ ക്യാപിറ്റൽ നിക്ഷേപകരെയും അകലെ തന്നെ നിർത്തി. കാരണം അയാൾ തന്റെ സ്വപ്നത്തിൽ ഉറച്ചു നിൽക്കാൻ ആഗ്രഹിച്ചു. മെയ്ഡ് ഇൻ ഇന്ത്യ, മെയ്ഡ് ഫോർ ദ വേൾഡ് എന്നതാണ് വെമ്പു മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. 2015 $300 മില്യൺ ആയിരുന്ന വരുമാനം 2024 ആയപ്പോഴേക്ക് $1.5 ബില്യൺ ആയി ഉയർന്നു. സിലിക്കൺ വാലിയിൽ നിന്നുള്ള പണമില്ലാതെ ലോകോത്തര സോഫ്റ്റ്വെയർ നിർമ്മിക്കാൻ കഴിയുമെന്ന് അങ്ങനെ സോഹോ തെളിയിച്ചു. ഇതൊരു ബിസിനസ് വിജയകഥ മാത്രമല്ല, ഇതൊരു സാധാരണക്കാരന്റെ അസാധാരണമായ യാത്രയാണ്. ഗ്രാമീണതയുടെ ലാളിത്യവും ആഗോള നിലവാരമുള്ള സാങ്കേതിക വിദ്യയും അദ്ദേഹം സംയോജിപ്പിച്ചു. സിലിക്കൺ വാലി വിട്ട ആ തിരിച്ചു നടത്തമാണ് ഇന്ന് സോഹോയെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാക്കി മാറ്റിയത്. ശ്രീധർ വെമ്പുവിന്റെ ജീവിതം പറയുന്ന ഒരു ലളിതമായ സത്യമുണ്ട്: മികച്ച ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുക, മറ്റുള്ളവർ കാണാത്ത പ്രതിഭകളിൽ നിക്ഷേപിക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉറച്ചു നിൽക്കുക. അതാണ് യഥാർത്ഥ സംരംഭകത്വം. അപ്പോൾ ധനം ബ്രാൻഡ് കഥയുടെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ. ബ്രാൻഡ് കഥ.